നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഒരു 20 കോടി രൂപ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 20 കോടി രൂപയ്ക്ക് പിന്നാലെ മുംബൈ പോലീസിന്റെ വിളി കൂടി വന്നാൽ സ്വാഭാവികമായും നമ്മളെല്ലാവരും ഞെട്ടും. എന്നാൽ ഇത്തരത്തിലൊരു കോള് വന്നിട്ടും ഞെട്ടാതെ നിൽക്കുകയാണ് ലയൺസിന്റെ കോട്ടയം ജില്ലാ PRO ആയ രമേഷ് കുമാർ. ജെറ്റ് എയർവേസിന്റെ ചെയർമാൻ നരേഷ് ഗോയലിനൊപ്പം കള്ളപ്പണ ഇടപാടിൽ പ്രതിയാണെന്നാരോപിച്ചാണ് അദ്ദേഹത്തെ ഇന്ന് ഉച്ചയ്ക്ക് 1:30 മുംബൈ പോലീസ് വിളിക്കുന്നത്. ഏറെ രസകരമായ സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. വിവിധതരം തട്ടിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സുലഭമാണ്. ഇത്തരത്തിലൊരു തട്ടിപ്പാണ് ഇന്ന് കോട്ടയത്ത് നടന്നത്. കുടമാളൂർ സ്വദേശിയും ലയൺസ് റാഫിൾ എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരായ ആളുകളെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിന്നടക്കം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഇൻ ലയൺസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, ലയൺസ് ക്ലബിന്റെ. ആ ലയൺസ് ക്ലബിന്റെ ഈ സംഘടനയുടെ ചെയർമാൻ കൂടിയായ MP രമേഷ് കുമാറിനാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഒരു കോൾ എത്തുന്നത്. മുംബൈ പോലീസിൽ നിന്നാണ് ഇദ്ദേഹത്തെ ഈ ഒരു സംഘം ഉദ്യോഗസ്ഥർ വിളിക്കുന്നത്. അതും വീഡിയോ കോളിൽ, വാട്സപ്പിന്റെ വീഡിയോ കോളിലാണ് ഈ കോള് മുഴുവൻ വരുന്നത്. ആദ്യം ഒരു ഉദ്യോഗസ്ഥൻ SI എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുന്നു. തുടർന്ന് പറയുന്നു, നരേഷ് ഗോയൽ, ഈ ജെറ്റ് എയർവേസിന്റെ സ്ഥാപകനായ നരേഷ് ഗോയൽ ഇപ്പോൾ ഏതാണ്ട് 147 കോടിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാണ്. ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ED അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുംബൈയിലെ കാനറ ബാങ്കിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഈ 147 കോടി രൂപയിൽ ഒരു നിശ്ചിത ശതമാനം തുക താങ്കളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഏതാണ്ട് കാനറ ബാങ്കിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ, മുംബൈയിലെ കാനറ ബാങ്കിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ 2 കോടി രൂപ ഓപ്പണിംഗ് ആയി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആ അക്കൗണ്ടിൽ 20 കോടി രൂപയുണ്ടെന്നാണ് ഇദ്ദേഹത്തിന് മുംബൈ പോലീസ് എന്ന് പരിചയപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഇതോടെ രമേഷ് കുമാർ പറഞ്ഞു, എന്റെ പേരിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, ഞാൻ ഇതുവരെ മുംബൈയിൽ അത്തരത്തിലുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുമില്ല എന്ന് രമേഷ് കുമാർ വാദിച്ചു. ഈ സമയത്ത് തന്നെ വരുന്നു ഈ മുംബൈയിലെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, ഒരു 8-9 പേജുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അയച്ചു കൊടുക്കും. പിന്നാലെ രമേഷ് കുമാറിന്റെ പേരിലുള്ള ATM കാർഡിന്റെ ഫോട്ടോ കൂടി അയച്ചു കൊടുക്കും. ഇതോടുകൂടി സാധാരണക്കാരാരാണെങ്കിലും വിരളും. എന്നാൽ ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുമായി ബന്ധപ്പെട്ട് ആളുകളെ ബോധവൽക്കരണം നടത്തുന്ന രമേഷ് കുമാർ വിരണ്ടില്ല. അദ്ദേഹം നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. ഈ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു ഇൻസ്പെക്ടർ എന്ന് പരിചയപ്പെടുത്തിയ മുംബൈ പോലീസിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി വീഡിയോ കോളിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ഇപ്പൊ 3 പേരായി ഈ വീഡിയോ കോളിൽ വന്ന് രമേഷ് കുമാറിനെ ചോദ്യം ചെയ്യുകയാണ്. വെറുതെ ഒന്നുമല്ല, ഉച്ചയ്ക്ക് 1:30 തുടങ്ങിയ പരിപാടിയാണ്. 3:30 വരെ, ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു. ഈ വീഡിയോ കോൺഫറൻസിലൂടെ തന്നെ ചോദ്യം ചെയ്യൽ ഇങ്ങനെ തുടരുകയാണ്. ഏതാണ്ട് 20 കോടി രൂപയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നരേഷ് ഗോയലിന്റെ അക്കൗണ്ടിൽ നിന്ന് രമേഷ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഈ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ഏതാണ്ട് 60-70 അക്കൗണ്ടുകൾ ഉണ്ടാക്കിയതിൽ ഒരെണ്ണം ഈ രമേഷ് കുമാറിന്റെ ആണെന്നാണ് ഈ സംഘം പോലീസ് ഉദ്യോഗസ്ഥർ വാദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ 2 എന്നുള്ളത് ഇങ്ങനെ 3 പേർ ഒരേ സമയത്ത് രമേഷ് കുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദ്യം ചെയ്യുന്നതിലെല്ലാവരും പറയുന്ന കാര്യം കാനറ ബാങ്കിൽ, മുമ്പേ കേന്ദ്രീകരിച്ചുള്ള കാനറ ബാങ്കിലുള്ള അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, ATM കാർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. കർശനമായ ചോദ്യം ചെയ്യലുണ്ട്. ഇത്തരം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരും ദിവസം തന്നെ നിങ്ങളെ CBI അറസ്റ്റ് ചെയ്യും എന്നുള്ള ഭീഷണിയുണ്ട്. കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിൽ രമേഷ് കുമാർ ഏതായാലും ഭാഗ്യം കൊണ്ട് ഇവരെ അയച്ചു കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം മറ്റൊരു ഫോൺ നമ്പറിലേക്ക് മാറ്റി. സംഭവം ഏതാണെന്ന് തട്ടിപ്പാണെന്ന് ആദ്യം തന്നെ രമേഷ് കുമാറിന് മനസ്സിലായതായിരുന്നു. ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് അടുത്തപ്പോൾ ഈ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ രമേഷ് കുമാറിനോട് പറയുകയാണ്, 5 ലക്ഷം രൂപ തന്നാൽ നിങ്ങളെ ഈ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞതോടുകൂടി സംഭവത്തിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് ഏകദേശം മനസ്സിലായി. ഇതോടെ രമേഷ് കുമാർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, കോട്ടയത്തെ ജില്ലാ പോലീസ് മേധാവിയുണ്ട്, ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുക്കുക, ഇതിനുശേഷം എന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയോ ബാക്കി നടപടികൾ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞു തീർന്നതിന് തൊട്ടു പിന്നാലെ ഇവർ ഈ വാട്സപ്പിൽ നിന്ന് മുഴുവൻ ഡേറ്റയും ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഈ തട്ടിപ്പുകാർക്കെതിരെ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ ഇടപെടണം എന്നുള്ള കൃത്യമായ ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ രമേഷ് കുമാർ നൽകിയിരിക്കുന്നത്. യാതൊരുവിധ സങ്കോചവുമില്ലാതെ, ഭയപ്പെടാതെ ഇദ്ദേഹം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഇവർ അയച്ചു നൽകിയ വ്യാജ ഡോക്യുമെന്റുകൾ, ഏതായാലും 20 കോടിയുടെ അക്കൗണ്ടൊന്നും അദ്ദേഹം തുടങ്ങിയിട്ടില്ല ബോംബെയിൽ എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ ഡോക്യുമെന്റുകളെല്ലാം അദ്ദേഹം അപ്പോൾ തന്നെ മറ്റൊരു നമ്പറിലേക്ക് മാറ്റുകയും ഇവയെല്ലാം വെച്ചുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇദ്ദേഹം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വൈകുന്നേരത്തോടെ ഇദ്ദേഹത്തിന്റെ പരാതിയിൽ FIR ഇടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും സൈബർ തട്ടിപ്പിന്റെ പുതിയൊരു മുഖമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ജെറ്റ് എയർവേസ് സ്ഥാപകനെയും നമ്മളെയും കണക്ട് ചെയ്തുകൊണ്ട്
എത്ര കോടിയുടെ വേണമെങ്കിലും തട്ടിപ്പുണ്ടാക്കിയെടുക്കാൻ ഈ സാധാരണക്കാരനില്ലാത്ത നല്ല ക്രിമിനൽ ബുദ്ധിയുള്ള കാഞ്ഞ ബുദ്ധിയുള്ളവർക്ക് സാധിക്കും എന്ന് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഇവരുടെ ഫോട്ടോയും ചിത്രവും അടക്കമുള്ളതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്. നിങ്ങൾക്കും വരും ദിവസങ്ങളിൽ ഇത്തരം കോളുകൾ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നരേഷ് ഗോയലുമായി നമ്മൾക്ക് യാതൊരു കൂട്ടുമില്ല എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. കോട്ടയത്തു നിന്നും ടീം ജാഗ്രത.